നമ്മുടെ മനസ്സിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള ടച്ചിങ് ഉണ്ടാവും. ജീവിതത്തിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ വരുമ്പോൾ, മഹാദുരന്തങ്ങളും ദുരിതങ്ങളും പോലും നമ്മുടെ മുന്നിൽ വരുമ്പോൾ സർവശക്തിവാൻ നമുക്ക് കറക്റ്റ് ടച്ചിങ് തരും. ഉടനെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ചിന്തിച്ച് പകച്ചു നിൽക്കില്ല, അയ്യോ എന്ത് ചെയ്യണമെന്ന്. മറ്റൊന്ന്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ബെനിഫിറ്റാണ് നമ്മുടെ ഇമോഷൻസിൽ നമുക്ക് നല്ല കൺട്രോൾ വരും. വൈകാരിക നിയന്ത്രണം എന്നില്ലാത്തതും അതാണല്ലോ. ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പഠിച്ചു. നമുക്ക് നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ, വികാരങ്ങളുടെ മേലെ നിയന്ത്രണമില്ല. അതുകൊണ്ടാണല്ലോ ബന്ധങ്ങളെല്ലാം കേടുവന്നുകൊണ്ടിരിക്കുന്നത്. വായി തോന്നുന്നത് പറയും, പൊട്ടിത്തെറിക്കും, ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തെങ്കിലും നഷ്ടമോ കഷ്ടമോ വരുമ്പോൾ ഇഷ്ടമില്ലാത്തത് കേട്ടാ ഉടനെ വായി വരുന്നത് പറയുക, ബന്ധങ്ങൾ കേടുവരുത്തുക. എല്ലാ റിലേഷൻഷിപ്പും തകർന്നുടയുന്നതിൻ്റെ പ്രധാന കാരണം ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരിക പക്വതയില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകും, കൊച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങി, ചിലപ്പോൾ സിസ്റ്റർക്ക് അത്ഭുതം തോന്നാറുണ്ട്, 8, 9, 10, 11, 12, 13, 14 വയസ്സുള്ള കുട്ടികൾ പോലും മെഡിറ്റേഷൻ പഠിച്ച് ഡെയിലി സത്സംഗം കേൾക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന ഇമോഷണൽ മെച്യൂരിറ്റി കാണുമ്പോൾ അത്ഭുതം തോന്നും. മുതിർന്നവരിൽ പോലും ഇല്ലാത്ത വൈകാരിക പക്വത കുട്ടികളിൽ പോലും കാണും. വളരെ പൊട്ടിത്തെറിച്ച് ജീവിക്കുന്ന കാലഘട്ടം, ആ പ്രായത്തിലുള്ള കുട്ടികളിൽ പോലും നമുക്ക് അത്ഭുതം തോന്നും. അത്ര മെച്യൂർഡായിട്ട് കുട്ടികൾ വളരുന്നത് കാണാം.